ഹലോ, ഈ വീഡിയോയിൽ നമ്മൾ ചില പ്രോബ്ലംസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ചില ന്യൂമറിക്കൽ പ്രോബ്ലംസ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചാർജുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് നോക്കുന്നത്. ഒരു കിലോഗ്രാം വെള്ളത്തിൽ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ചാർജും ഉണ്ടാവും. Estimate the total positive charge in 1 kg of water. നമുക്കറിയാം വാട്ടർ എന്ന് പറയുന്നത് H2O ആണ്. 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നാണ് ഒരു വാട്ടർ മോളിക്യൂൾ. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്? നമുക്കറിയാം 1 പ്രോട്ടോൺ. ഒറ്റ പ്രോട്ടോണെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിലുള്ളൂ. അതേപോലെ ഒരു ഓക്സിജൻ ആറ്റത്തിലാണെങ്കിലോ, ഓക്സിജൻ ആറ്റത്തിൽ 8 പ്രോട്ടോണുകളാണ് അതിന്റെ ന്യൂക്ലിയസിലുള്ളത്. നമുക്ക് എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോ നമുക്കുള്ള മൊത്തം ടോട്ടൽ protons in a molecule is എത്രയാണ്? ഹൈഡ്രജന്റെ 1+1 and ഓക്സിജന്റെ 8. So 10 protons. 10 protons ആണ് നമുക്ക് ഒരു മോളിക്യൂൾ ഉള്ളത്. സോ 10 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ടോട്ടൽ ചാർജ് എന്തായിരിക്കും? Therefore charge of one molecule is equal to 10 into ഒരു പ്രോട്ടോണിന്റെ ചാർജ് നമുക്കറിയാം 1.6 into 10⁻⁻19 കൂളം ആണ്. അപ്പൊ 10 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 10 into 1.6 into 10⁻⁻19 കൂളം. Therefore charge of 1 H2O molecule is equal to 1.6 into 10⁻⁻18 coulomb. ഈ 10 അവിടെ അബ്സോർബ് ചെയ്തു പോയി. സോ ഇനി നമുക്ക് വേണ്ടത് ഈ 1 kg വാട്ടറിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് അറിയണം. അതിനുവേണ്ടി ഒരു മോളിക്യൂളിന്റെ മാസ് എത്രയാണെന്ന് അറിയണം. മാസ് ഓഫ് 1 H2O മോളിക്യൂൾ ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് നമുക്ക് അറിയേണ്ടത് അറ്റോമിക് മാസ് എത്രയാണെന്ന് അറിയണം. ആദ്യം നമുക്കറിയാം ഓക്സിജന്റേത് 16ഉം ഹൈഡ്രജന്റേത് 1ഉം ആണ്. H2Oയുടേത് 18 ആയിരിക്കും. 1+1 അപ്പൊ 2 16 18 ആയിരിക്കും വാട്ടറിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. പ്രോട്ടോൺസും ന്യൂട്രോൺസിന്റെയും മാസ് ആണ് ആ ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിന്റെ മാസ് വളരെ 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 കുറവാണ്. അതായത് 2000 ഒരു അംശമൊക്കെയാണ് ഇലക്ട്രോണിന്റെ മാസ്. പ്രോട്ടോണിന്റെ മാസിന്റെ 2000 ഒരു അംശം ഏകദേശം. സോ ഇലക്ട്രോണിന്റെ മാസ് നമ്മൾ പരിഗണിക്കാറില്ല. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസ് ഏകദേശം ഒരേ വാല്യൂ ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു മാസ് നമുക്ക് എടുത്താൽ മതി. പ്രോട്ടോണിന്റെ മാസ് നമുക്കറിയാം. മാസ് ഓഫ് എ പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു 1.67 into 10⁻⁻27 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു വാട്ടർ മോളിക്യൂളിന്റെ മാസ് ഓഫ് എ വാട്ടർ മോളിക്യൂൾ വിൽ ബി ഈക്വൽ ടു മാസ് നമ്പർ ഇൻറ്റു മാസ് ഓഫ് 1 പ്രോട്ടോൺ ഇൻറ്റു 10⁻⁻27. So this is approximately 3 into 10⁻⁻26 kg. സോ ഇതാണ് ഒരു വാട്ടർ മോളിക്യൂളിന്റെ മാസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വാട്ടർ മോളിക്യൂളിന്റെ മാസ് കിട്ടി 3 into 10⁻⁻26 kg. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഒരു kgയിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? അപ്പൊ 1 divided by this. എത്രയാണോ അത്രയും എണ്ണം വാട്ടർ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. Therefore the total number of molecules in 1 kg of water is equal to 1 kg divided by 3 into 10⁻⁻26 kg. 1/3 എന്ന് പറയുന്നത് 0.33 ആണ് into 10⁻⁻26 എണ്ണം. So 0.33 into 10⁻26
number of water molecules are there. Therefore, the total positive charge in 1 kg of water is equal to charge of one molecule into total number of molecules. That is equal to ഇത് എത്രയായിരിക്കും കിട്ടുക? ഏകദേശം 5 point something 5 എന്ന് എഴുതാം into 10 raised to 8 കൂളം. സോ ഇത്രയും ചാർജ് ആണ് ഒരു കിലോഗ്രാം വെള്ളം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള പോസിറ്റീവ് ചാർജ് 5 into 10 raised to 8 കൂളമാണ്. എന്ന് പറഞ്ഞാൽ അതിലുള്ള നെഗറ്റീവ് ചാർജും 5 into 10 raised to 8 കൂളം ആയിരിക്കും. സോ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ചാർജ് ആണ്. നമുക്കറിയാം 1 കൂളം എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ചാർജ് ആണ്. നമ്മൾ സാധാരണ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത് മൈക്രോ കൂളംസ് ഒക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോ വലിയ എമൗണ്ട് ഓഫ് ചാർജ് ആണ് ഒരു കിലോഗ്രാം വാട്ടർ മോളിക്യൂളിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ 2. ഫൈൻഡ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് on the charge at A due to the charge at B. So question idane, what is the force on charge at A due to the charge at B? Appo namakariya force inde equation, force is equal to 1 by 4 pi epsilon 0 q1 q2 by r square. So 1 by 4 pi epsilon 0 യുടെ value 9 into 10 raised to 9 into q1 ന്റെ value എത്രയാണ്? q. q2 ന്റെ value എത്രയാണ്? അതും q. divided by r square എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 2 meter. So 2 square. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. അതിന്റെ എല്ലാ കോർണറിലും ഓരോ ചാർജ് വെച്ചിട്ടുണ്ട്. ചാർജിനൊക്കെ സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, ആ സൈഡ്സ് ഒക്കെ സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, ആംഗിൾ സെയിം ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണല്ലോ. വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദ ചാർജ് അറ്റ് എ? ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ 3 ഈസ് വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ the charge at A. യുള്ള ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്ര? ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെ രണ്ട് ഫോഴ്സുകളുണ്ട്. ഒന്ന് ബിയിലുള്ള ചാർജ് കൊണ്ട് ഒരു ഫോഴ്സും സിയിലുള്ള ചാർജ് കൊണ്ട് ഒരു ഫോഴ്സും ഉണ്ടായിരിക്കും. സോ ആ ഫോഴ്സുകളുടെ ദിശ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതാണ് ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബി. അതിന്റെ ദിശ ഇങ്ങോട്ടാണ്. അതേപോലെ സിയിലുള്ള ആളുടെയോ, ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു സി. എല്ലാ ചാർജുകളും തുല്യ വാല്യൂ ആണ്, ഈ ഡിസ്റ്റൻസുകളും തുല്യമാണ്. ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ഡയറക്ഷൻ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഇതിനെ വെക്ടർ ലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പാരലലോഗ്രാം കൺസ്ട്രക്ട് ചെയ്താൽ മതി. സോ പാരലലോഗ്രാം കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡയഗണൽ ആയിരിക്കും, ഈ ഡയഗണൽ ആയിരിക്കും അതിന്റെ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ. ഇപ്പൊ ഇവിടെ ഈ ലെങ്ത്തും ഈ വെക്ടറിന്റെ ലെങ്ത്തും ഈ വെക്ടറിന്റെ ലെങ്ത്തും സെയിം ആയിരിക്കും. ഇനി മറ്റൊരു കാര്യം നമുക്കറിയാവുന്നത്, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഇത് എത്ര ആയിരിക്കും? അപ്പോ 30 ഡിഗ്രി ആയിരിക്കും. കാരണം ടോട്ടൽ 60 ഡിഗ്രി ആയിരിക്കുമല്ലോ ആംഗിൾ, അതുകൊണ്ട് അതിന്റെ പകുതിയിലൂടെയാണ് അത് വരിക. സോ 30 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ആ ഫോഴ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ ഇവിടെ വളരെ പ്രസക്തമായ ഒരു നിയമമുണ്ട്. നമ്മൾ വെക്ടർ അഡീഷന്റെ കാര്യത്തിൽ പഠിച്ചിരുന്ന നിയമം തന്നെയാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, സോ ഇലക്ട്രോസ്റ്റാറ്റിക്സില് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ ഫോഴ്സ് ഓൺ എ ചാർജ് ഡ്യൂ ടു മെനി അതർ ചാർജസ് ഈസ് ഈക്വൽ ടു ദ വെക്ടർ സം ഓഫ് the individual forces on the charge.
എന്ന് പറഞ്ഞാല് ഒരു ചാർജിന് മുകളിലുള്ള അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ ചാർജുകളും ആ ചാർജിന് മുകളിൽ ചെലുത്തുന്ന ഇൻഡിവിജ്വൽ ഫോഴ്സുകളുടെ വെക്ടർ സം ആയിരിക്കും, വെക്ടർ തുകയായിരിക്കും എന്നാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ വെക്ടർ സം ഉപയോഗിച്ചത്. ഇവിടെ നമുക്ക് ഒരു ചാർജ് ഉണ്ട്, ഇതിന്റെ മുകളിൽ 2 ചാർജുകൾ ഫോഴ്സ് ചെലുത്തുന്നുണ്ട്. അപ്പൊ ഈ പ്രിൻസിപ്പിൾ പ്രകാരം ഇതിന്റെ മുകളിലുള്ള നെറ്റ് ചാർജ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ആളുടെ ഫോഴ്സും രണ്ടാമത്തെ ആളുടെ ഫോഴ്സും തമ്മിൽ വെക്ടർ അഡീഷൻ നടത്തിയാൽ കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കുമോ അത്രയുമായിരിക്കും. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒന്നാമത്തെ ആള് നടത്തിയ ഫോഴ്സ് എഫ് എ ബി ആണ്, രണ്ടാമത്തെ ആള് ചെലുത്തുന്ന ഫോഴ്സ് എഫ് എ സി ആണ്. അതുകൊണ്ട് തന്നെ എഫ് എ ബിയുടെയും എഫ് എ സിയുടെയും വെക്ടർ സം ആയിരിക്കും ഈ ചാർജിന് അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ കൺസിക്വൻസ് ഓഫ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. Okay, so what is the amount of force? So F AB is equal to 1 by 4 pi. നമ്മൾ ഈ 1 by 4 pi എഴുതണ്ട, K എന്ന് എഴുതിയാൽ മതി, ചുരുക്കി എഴുതാം. 1 Q2 രണ്ടും Q ആണ്, divided by R square if one side is R. അതേപോലെ തന്നെ FBC എന്ന് പറയുന്നത് FAC എന്ന് പറയുന്നത് K into Q divided by R square. So this is K into Q square by R square and this is K into Q square by R square. രണ്ട് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു, കാരണം ഇതിന്റെ ബൈസെക്ടറിലൂടെ ആയിരിക്കും പോവുക. രണ്ട് ഫോഴ്സും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് അവർക്കിടയിലുള്ള ആംഗിളിന്റെ നേർ പകുതിയിലൂടെ ആയിരിക്കും അവയുടെ റിസൾട്ടന്റ് പോവുക. So what is the component of FAC along OA and what is the component of FAB along OA? And then add them, you will get the resultant. So the component of FAC along OA is FAC cos 30. FAC cos 30. And the component of FAB along OA is FAB cos 30. Therefore, the net force on the charge at A is FAC cos 30 plus FAB cos 30. Cos 30 എന്ന് പറയുന്നത് √3/2 ആണ്, നമുക്കറിയാവുന്നതാണത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? FAC എന്ന് പറയുന്നത് KQ സ്ക്വയർ ബൈ R സ്ക്വയർ ഇൻറ്റു √3/2 പ്ലസ് അതെന്നായിരിക്കും ഇതും KQ സ്ക്വയർ ബൈ R സ്ക്വയർ √3/2. അപ്പൊ നെറ്റ് ഫോഴ്സിനെ നമുക്ക് എത്രയാണെന്ന് നോക്കാം. Therefore the net force is 2 times KQ square √3/R square 2. ഇത്രയും സാധനങ്ങളാണുള്ളത്. രണ്ടും കൂട്ടിയാൽ കിട്ടുന്നതാണ്. 2 ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? F is equal to √3KQ square by R square. So this is the total force acting on the charge at A and it acts along the bisector of the triangle. ചാർജുകളൊക്കെ സെയിം ആയതുകൊണ്ട് ഇതേ എമൗണ്ട് ഓഫ് ഫോഴ്സ് തന്നെയായിരിക്കും സിയിലുള്ള ചാർജിനും ബിയിലുള്ള ചാർജിനും അനുഭവപ്പെടുന്നത്. അവരുടെ ഡയറക്ഷനും അതേപോലെ തന്നെ ആ ആംഗിൾസിന്റെ റെസ്പെക്റ്റീവ് ആംഗിൾസിന്റെ ബൈസെക്ടറിലൂടെ ആയിരിക്കും. സോ ഡയറക്ഷനും ഫോഴ്സും നമുക്ക് എല്ലാ ആളുകൾക്കും ഒരേപോലെയാണെന്ന് കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്കൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ചാർജിന്റെ കോൺഫിഗറേഷൻ ആണ്. ABCD എന്ന് പറയുന്ന ഒരു സ്ക്വയർ ഉണ്ട്. അതിന്റെ 4 മൂലയിലും ഓരോ ചാർജുകൾ വെച്ചിരിക്കുകയാണ്. ഇതിന് ബിയിലും ഡിയിലും വെച്ചിരിക്കുന്നത് -5 മൈക്രോകൂളമാണ്, എയിലും സിയിലും വെച്ചിരിക്കുന്നത് +2 മൈക്രോകൂളമാണ്. ഇനി ചോദ്യം ഇതാണ്, നമ്മളൊരു ചാർജിനെ O എന്ന് പറയുന്ന ഒരു ചാർജിനെ ഇതിന്റെ കേന്ദ്രത്തിൽ കൊണ്ടുപോയി വെച്ചാൽ, O എന്ന് പറയുന്ന കേന്ദ്രത്തിൽ ഇതിന്റെ 1 മൈക്രോകൂളം ചാർജുള്ള ഒരു ചാർജിനെ കൊണ്ടുപോയി വെച്ചാൽ വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദാറ്റ് ചാർജ്? അതാണ് ചോദ്യം. ഓക്കെ, ആ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക.
ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കുക. പോസ് ചെയ്തിട്ട് നോക്കുക. ഓക്കെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, ചില ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, O എന്ന് പറയുന്ന പോയിന്റിൽ ഈ -5 മൈക്രോകൂളം ചാർജ് ചെലുത്തുന്ന ഫോഴ്സും ഈ -5 മൈക്രോകൂളം ചെലുത്തുന്ന ഫോഴ്സും, ഈ രണ്ട് ഫോഴ്സുകളും ബിയിലും ഡിയിലുമുള്ള ആളുകൾ ചെലുത്തുന്ന ഫോഴ്സുകൾ തുല്യമാണ്, ഓപ്പോസിറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ചാർജാണ്. ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ്. ആ വലിക്കുന്നതിന്റെ ദിശ കറക്റ്റ് ലൈനിലാണ്, മാത്രമല്ല അവ ഈക്വൽ മാഗ്നിറ്റ്യൂഡിലാണ്. ഏതുപോലെ ഈ കമ്പ വലിക്കുന്നത് പോലെ രണ്ട് സൈഡിലും തുല്യ ശക്തിയാണെങ്കിൽ എങ്ങോട്ടും ഫോഴ്സ് അനുഭവപ്പെടില്ല. അപ്പൊ ഈ ഡയറക്ഷനിൽ രണ്ട് സ്ഥലത്തേക്കും ഈ ചാർജിന് ഒരു ഫോഴ്സും അനുഭവപ്പെടുകയില്ല. ഇവിടെ നോക്കുകയാണെങ്കിലോ, ഇവിടെ +2ഉം +2ഉമാണ്, പോസിറ്റീവ് ചാർജുകളാണ്, ഇങ്ങോട്ട് തള്ളുകയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഇതിന്റെ മുകളിലുള്ള നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി, ദ ടോട്ടൽ ഫോഴ്സ് ഓൺ O due to the charge at A is equal to K into +1 മൈക്രോകൂളം. ആ മൈക്രോകൂളമിന്റെ നമുക്ക് ലാസ്റ്റ് എഴുതാം +1 into +2 ഡിവൈഡഡ് ബൈ OA സ്ക്വയർ. അതേപോലെ ഫോഴ്സ് ഓൺ O due to B is equal to K into +1 into -5 divided by OB square. Then if OC is equal to K into +1 into +2 divided by OC square, and if OD is equal to K into +1 into -5 divided by OC square. അപ്പൊ നമുക്ക് തൽക്കാലം അതിന് D എന്ന് പേര് കൊടുക്കാം, D സ്ക്വയർ. അപ്പൊ ഇതും D സ്ക്വയർ ആകും, ഇതും D സ്ക്വയർ ആകും, ഇതും D സ്ക്വയർ ആകും. സോ എല്ലാരും D സ്ക്വയർ ആയി. കാരണം എന്താണ്, സ്ക്വയർ ആണ്, അതുകൊണ്ട് ഈ ലെങ്ത്തും ഈ ലെങ്ത്തും ഈ ലെങ്ത്തും ഈ ലെങ്ത്തും എല്ലാം തന്നെ തുല്യമായിരിക്കും. ഇനി ഇവിടെ നമുക്കൊന്ന് നോക്കാം. കൂട്ടി കഴിഞ്ഞാല് K എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളതാണ്, അതിനെ നമ്മൾ പുറത്തെടുത്തു. അതേപോലെ തന്നെ മൈക്രോകൂളമ്പ്, രണ്ട് മൈക്രോകൂളമ്പുകൾ 10⁻⁻6ഉം 10⁻⁻6ഉം, ഇത് രണ്ടും കോമൺ ആയിട്ടുള്ള. കാരണം എന്താ, ഇതിനൊരു മൈക്രോകൂളം ഉണ്ട് 10⁻⁻6 കൂളം, ഇവിടെ ഒരു 10⁻⁻6 ഉണ്ട്. അപ്പൊ രണ്ട് 10⁻⁻6കൾ എല്ലാത്തിനും കോമൺ ആയിട്ട് പുറത്തു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ D സ്ക്വയറുകൾ എല്ലാത്തിനും കോമൺ ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരൊക്കെയാണ് നോക്കാം. അപ്പൊ ഇനി ഇവിടെ നോക്കുക, OAയും OCയും തമ്മിൽ എപ്പോഴും എതിർ ദിശയിലേക്കാണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അതിന്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കിവിടെ നോക്കാം, +1 into +2 minus +1 into +2. റെഡിയാണല്ലോ? എന്തുകൊണ്ടാണ് ഈ മൈനസ് വന്നത്? ഒരാൾ അങ്ങോട്ടാണ് വലിക്കുന്നത്, ഒരാൾ ഇങ്ങോട്ടാണ് വലിക്കുക. അപ്പൊ അവയുടെ ഡിഫറൻസ് ആയിരിക്കും അവിടെ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ്. അതേപോലെ +1 into -5, +1 into -5 minus +1 into -5, +1 into -5 minus +1 into -5. ഇവിടെയും എന്തുതന്നെയാണ്, രണ്ടാളും ഓപ്പോസിറ്റ് ദിശയിലാണ് തള്ളുന്നത്. സോ അവയുടെ ഡിഫറൻസ് ആയിരിക്കും അവിടെ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും 0 ആയി, ഇത് രണ്ടും 0 ആയി. സോ ദ ഫൈനൽ ആൻസർ ഈസ് 0. ദ നെറ്റ് ഫോഴ്സ് ഈസ് 0. ഓക്കെ.